പലരും കടം വാങ്ങിയും ലോണെടുത്തും ചെയ്ത കൃഷിവിളകളും വീടും ഒക്കെ ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടും അധികൃതർ പ്രശ്നപരിഹാരത്തിനായി ഇതുവരെ എത്തുകയോ ആശ്വാസമായൊന്ന് കാണുവാൻ പോലും എത്തിയിട്ടില്ല. ഇനിയും പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ നാടും വീടും ഉപേക്ഷിച്ചു പോകേണ്ട ഗതികേടിലാകും പല കുടുംബങ്ങൾക്കും. അടക്കാത്തൂരിന്റെ വിവിധ മേഖലകളിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ്. ഒരാഴ്ചയിൽ അധികമായി കാട്ടാനശല്യം തുടരുമ്പോൾ ഒന്ന് വന്നു നോക്കി പ്രശ്നത്തിന് ഏതു തരത്തിൽ പരിഹാരം കാണാൻ കഴിയുമെന്ന് അന്വേഷിക്കുവാനോ കാർഷിക വിളകൾ നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം വാങ്ങി നൽകുവാനോ ഭരിക്കുന്നവർ ആരും തന്നെ തയ്യാറാവുന്നില്ല. അവർക്കൊക്കെ തിരഞ്ഞെടുപ്പിന് തിരക്കാണ്. ഈ നില തുടരുകയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് തന്നെ ബഹിഷ്കരിക്കേണ്ട അവസ്ഥയിലാണ് പലരും. ഞങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും? ഇത് വിട്ട് ഇട്ടാച്ച് പോകാന്ന് വെച്ചാൽ വേറെ സ്വത്തുമില്ല, സ്ഥലവുമില്ല. ഞങ്ങൾ ഇട്ടാച്ച് എവിടെയെങ്കിലും പോയാൽ ഇവിടെ ഇവിടെ കരണ്ട് വന്നിട്ട് തന്നെ ഏത് വർഷം ഇപ്പം 2 വർഷത്തിൽ മീതെ ഇവിടെ കരണ്ടില്ല. അതില്ല ഇതുണ്ട് മറ്റേ ഈ വേലിക്ക്. ഇതിനു മുമ്പ് ആദ്യം വെച്ചപ്പോൾ 2 വർഷം കരണ്ടുണ്ട്. അതിന് ശേഷം ഇന്ന് വരെ കരണ്ട് വന്നിട്ടില്ല. അവരോട് ഞാൻ പറയും, എല്ലാ പ്രാവശ്യവും പറയും ഇവിടെ കരണ്ടില്ല, കരണ്ട് വരികയാണ്. അവൻ കൂട്ടിക്കിട്ടി എന്നും പറഞ്ഞ് അവരൊരു ന്യായങ്ങൾ പറഞ്ഞു മുഴുവൻ. ഇപ്പം ഇലക്ഷൻ പ്രമാണിച്ച് ഇപ്പോൾ അവിടെ ഒരു AC ഒന്നിച്ചൊരു മാന്താൻ തുടങ്ങി. ഇതൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾ പേടിച്ച് ഇവിടെ ജീവിക്കുന്നതന്നെ ഞങ്ങളുടെ അവസ്ഥ ഓർത്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് അറിയില്ല. അതാണ് സാഹചര്യം. ഞങ്ങൾ എങ്ങനെ ജീവിക്കാം? ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ വീട്ടിൽ ഇപ്പം താനെ വന്നിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല എന്നുള്ളതാണ് അവസ്ഥ. ഈ അവസ്ഥ വീട്ടിൽ കയറി വീട് പൊളിച്ചെങ്കിലോ ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ആര് ഉത്തരവാദിത്തം പറയും? ഈ സർക്കാർ പറയൂ, ആര് പറയും ഇതിനു വേണ്ടി? ഞായറാഴ്ച രാത്രിയിൽ ചെട്ടിയാമ്പറമ്പ് മേഖലയിലെ നെരിക്കടവ്, സമീപ പ്രദേശമായ മുട്ടുമാറ്റി എന്നിവിടങ്ങളിൽ കാട്ടാനിയിറങ്ങിയത് പ്രദേശവാസികളെയാകെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. വീടിനോട് തൊട്ടടുത്തുള്ള പറമ്പിൽ തന്നെയുള്ള കൃഷിവിളകളാണ് കാട്ടാന ചവിട്ടുമെതിച്ചത്. തെങ്ങ്, വാഴ, ഏലം, റബ്ബർ, ജാതി തുടങ്ങിയ വിവിധ കാർഷിക വിളകളാണ് കാട്ടാന നശിപ്പിച്ചത്. മേഖലയിലെ കേബിളുകളും നശിപ്പിച്ചിട്ടുണ്ട്. രാത്രിയോടെ എത്തിയ കാട്ടാന നാടുവിട്ട് കാടുകയറിയത് രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴാണ്. അതുവരെയും കാട്ടാനയുടെ പരാക്രമമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാട്ടാനയെ പ്രതിരോധിക്കുന്നതിന് മേഖലയിൽ വൈദ്യുതി വേലികൾ ഉണ്ടെങ്കിലും സ്ഥാപിച്ച് ഏകദേശം 1 വർഷത്തോളം മാത്രമാണ് ഇവ പ്രവർത്തിച്ചതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഇനിയെങ്കിലും മനുഷ്യജീവനുകൾക്ക് കുറച്ച് പ്രാധാന്യം നൽകി വനാതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ദുരിതം കാണുവാൻ അധികാരികൾ തയ്യാറാവണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കാട്ടാനയാക്രമണത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് പരമാവധി കഴിഞ്ഞാൽ കർഷക ജനതയുടെ പ്രതിഷേധം ഏതു തരത്തിലാകുമെന്ന് കണ്ടറിയണം. ഹൈവിഷൻ ന്യൂസ്, കേരളം.